ഇടുക്കിയിലെ മരതകയാത്ര. ഇടുക്കിയിലെ വളഞ്ഞുപുളഞ്ഞ പാതകളിലൂടെ ഒരു കെ.എസ്.ആർ.ടി.സി. ബസ് ഓട്ടി നീങ്ങുകയായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ മലകളും താഴ്വരകളും യാത്രക്കാർക്ക് കണ്ണിനു കുളിരേകി. ഡ്രൈവർ രാജൻ ചേട്ടൻ പതിവ് പോലെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുകയായിരുന്നു. സീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണ് കുഞ്ഞു ലീലാമോളും അമ്മ രാധയും. പെട്ടെന്നൊരു വലിയ ശബ്ദം. ബസ് പതിയെ നിന്നു. എന്താ പറ്റിയതപ്പാ? ലീലാമോൾ അമ്മയോട് ചോദിച്ചു. ഒന്നുമില്ല മോളെ, ചെറിയൊരു തകരാറ് പറ്റിയതാകും, രാധ അവളെ സമാധാനിപ്പിച്ചു. രാജൻ ചേട്ടൻ ബസ്സിൽ നിന്നിറങ്ങി ടയർ പരിശോധിച്ചു. ടയർ പഞ്ചറായിരുന്നു. ഇവിടെ അടുത്തൊന്നും മെക്കാനിക്കിനെ കിട്ടാൻ വഴിയില്ലല്ലോ, അദ്ദേഹം വിഷമത്തോടെ പറഞ്ഞു. യാത്രക്കാർക്ക് ആശങ്കയായി. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ദൂരെ നിന്ന് ഒരു ചെറിയ വെളിച്ചം കണ്ടത്. അതൊരു വീടാണെന്ന് തോന്നുന്നു, ഒരു യാത്രക്കാരൻ പറഞ്ഞു. രാജൻ ചേട്ടനും ചില യാത്രക്കാരും ആ വെളിച്ചം ലക്ഷ്യമാക്കി നടന്നു. അതൊരു കൊച്ചു ഗ്രാമമായിരുന്നു. ഗ്രാമത്തിലെ കാരണവർ കുട്ടപ്പൻ ചേട്ടൻ അവരെ കണ്ടപ്പോൾ അടുത്തേക്ക് വന്നു. എന്താ മോനെ ഈ പാതിരാത്രിയിൽ? കുട്ടപ്പൻ ചേട്ടൻ സ്നേഹത്തോടെ ചോദിച്ചു. രാജൻ ചേട്ടൻ കാര്യങ്ങൾ വിശദീകരിച്ചു. പേടിക്കേണ്ട മോനെ, ഞങ്ങളുണ്ടുകൂടെ, കുട്ടപ്പൻ ചേട്ടൻ ആശ്വസിപ്പിച്ചു. ഗ്രാമവാസികൾ ഓടിയെത്തി. അവർ യാത്രക്കാർക്ക് ചൂടുള്ള കട്ടൻ ചായയും പലഹാരങ്ങളും നൽകി. ലീലാമോൾക്ക് കളിക്കാൻ ഒരു പാവക്കുട്ടിയും കൊടുത്തു. പിറ്റേന്ന് രാവിലെ ഗ്രാമവാസികളുടെ സഹായത്തോടെ ബസിന്റെ ടയർ മാറ്റി. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു. യാത്ര പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. നന്ദിയുണ്ട് ഈ സ്നേഹത്തിന്, രാജൻ ചേട്ടൻ പറഞ്ഞു. ഇടുക്കിയിലെ ആ മരതകയാത്ര ഒരു നല്ല ഓർമ്മയായി എല്ലാവരുടെയും മനസ്സിൽ തങ്ങിനിന്നു.